പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഇഹ്ലാമുദ്ദീൻ ബിൻ സുലൈമാൻ. ഈയൊരു വീഡിയോയുടെ കാരണം, നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ നിലവിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതുമായ സ്കീമുകൾ കണ്ടുകൊണ്ട് ആട് വളർത്തൽ മേഖലയിലേക്ക് വലിയ പ്രോജക്റ്റിൽ ഇറങ്ങാൻ നിൽക്കുന്ന പ്രിയ സുഹൃത്തുക്കളോടാണ്. നിങ്ങൾ ഈ പ്രോജക്റ്റുകൾ വാങ്ങി ആടുകൾ വളർത്തി നല്ല ലാഭകരമായി കാർഷിക മേഖലയിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് നമ്മുടെ ഗവൺമെൻറ് തലങ്ങളിൽ നിന്നും ആടുകളെ വാങ്ങിച്ച് ഫാം തുടങ്ങിയവരായി ഉള്ള ആളുകൾ കേരളത്തിൽ എവിടെയാണോ ഉള്ളത്, നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലകളിലോ അന്വേഷിച്ച് അവിടെ പോയി മുൻകാലങ്ങളിൽ 2003, 2022 അതുപോലെ തന്നെ കൊറോണ സമയങ്ങൾ കഴിഞ്ഞ് പ്രളയ സമയങ്ങളിലെല്ലാം കഴിഞ്ഞ് ഗവൺമെൻറ് കൊടുത്ത സ്കീമുകളിൽ ആർക്കെല്ലാം കൊടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ പ്രദേശത്ത് ആർക്കെല്ലാം കിട്ടിയിട്ടുണ്ടോ അവരുടെ അവസ്ഥ, അവരുടെ അനുഭവങ്ങളെ മുൻനിർത്തി വേണം നിങ്ങൾ 50 ലക്ഷത്തിൻ്റെയും 1 കോടിയുടെയും 25 ലക്ഷത്തിൻ്റെ എല്ലാം സ്കീമുകൾ വാങ്ങാനും കൂടുകൾ പണിയാനും ആടുകൾ വാങ്ങാനും. കേരളത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫാമുകൾ വിജയിച്ച് നിൽക്കുന്നതായി കാണാൻ കഴിയില്ല. അപ്പോൾ വിചാരിക്കുന്നുണ്ടാകും, ഇദ്ദേഹം ഈ മേഖലയിൽ നിൽക്കുന്നതല്ലേ, ഇദ്ദേഹം ഇങ്ങനെ വളർന്നു നിന്നിട്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ എന്നുള്ളതാണ്. നമ്മൾ ആട് കാർഷിക മേഖലയിൽ നിൽക്കുന്ന വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള എല്ലാ പ്രോത്സാഹനവും നമ്മൾ ചെയ്യാറുണ്ട്, സഹായങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ വലിയ പ്രോജക്റ്റിൽ വിജയിക്കാത്ത ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിച്ച് വരും തലമുറയുടെ വലിയൊരു കാർഷിക മേഖല, ഭക്ഷ്യമേഖലയെ തകർക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ വിശ്വാസ സംഹിതകളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കേരളത്തിൽ ഫാമുകൾ തുടങ്ങിയവരുടെ അനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഒരു 99% ആളുകളും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. 1% കേരളത്തിൽ ആട് കാർഷിക മേഖല വിജയിക്കുന്നത് വീട്ടിൻ്റെ പുറകുവശത്തുള്ള വീട്ടിൻ്റെ സമയങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടുജോലിയോ ഗവൺമെൻറ് ജോലിയോ എന്തെങ്കിലും കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന ആട് 1, 2, 3, 10, 15 ആടുകളെ വാങ്ങിച്ച് വളർത്തി അങ്ങനെ വിജയം കണ്ടവരായ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഫാം എന്ന രീതിയിൽ വലിയ പ്രോജക്റ്റ് ചെയ്ത് വിജയം കണ്ടവരായ ആളുകൾ കുറവാണ്. അവരുടെ ജോലി ചെയ്യുന്നതിനോടൊപ്പം അല്ലാതെ പൂർണ്ണമായിട്ടും ആട് കാർഷിക മേഖലയിൽ ഇറങ്ങിയിട്ട് വിജയിച്ചവരായ ആളുകൾ വളരെ അപാരം. അപ്പോൾ ഇത്രയും ലക്ഷം കൊണ്ട് നിങ്ങൾ കളയാൻ നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ അനുഭവം വെച്ച് പറയുന്നത്. ഇതിന് കാരണങ്ങൾ ശരിക്കുമുണ്ട്. ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ആടുകൾ, ഒരിടത്തും വെള്ളക്കോഴികളെ പോലെ ഒരു ഫാം എന്ന രീതിയിൽ നമുക്ക് ആടുകളെ കിട്ടൂല. അങ്ങനെ കിട്ടാത്തൊരു സ്ഥലത്ത് ഇപ്പോൾ ആരുടെ നിങ്ങൾ പോയി, ഇപ്പോൾ എൻ്റെ വന്ന് ചോദിക്കുകയാണ്, ഇഹ്ലാം ഭായി നമുക്ക് കുറച്ച് ആടുകളെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരണം. എത്ര ആടാ? 500 ആടാ. ഈ 500 ആടൊന്നും ഒരിക്കലും എനിക്ക് ഒരു സ്ഥലങ്ങളിൽ നിന്നും എടുത്തുകൊണ്ട് വരാൻ കഴിയില്ല. ഇപ്പോൾ രാജസ്ഥാനായില്ലോ പഞ്ചാബായിട്ടോ എവിടെ ആയിരുന്നാലും പല ഭാഗങ്ങളിൽ നിന്നുള്ള ആടുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രോജക്റ്റ് 100 ആടുകളെ കാണിക്കേണ്ടതായിരിക്കും. അപ്പോൾ 100 ആടുകളെ കൊണ്ടിടുമ്പോൾ ഈ പല പ്രദേശത്തുള്ള ആടുകളെ കൊണ്ടിടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആടുകൾക്ക് അസുഖങ്ങൾ വരാനും, ഏത് ആടുകളായിട്ട്, കേരളത്തിൻ്റെ മലബാരി ആടുകളായിക്കോട്ടെ, വില കുറഞ്ഞ ആടുകളായിട്ട്, വില കൂടിയ ആടുകളായിട്ട്, ജീവനുള്ള സാധനത്തിനെ കൊണ്ടിടുമ്പോൾ അതിനെന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അസുഖങ്ങൾ വരാനും, ആ അസുഖങ്ങൾ തുടക്കക്കാരെന്ന രീതിയിൽ നിങ്ങൾ 100 ആട് വാങ്ങിച്ചിടുമ്പോൾ 2 ആടോ 3 ആടോ 5 ആടോ ചത്തുപോയിക്കഴിഞ്ഞാൽ നിങ്ങളത് മാനസികമായി തകരുകയും ആ പ്രോജക്റ്റിനോട് നിങ്ങളുടെ ആ ഒരു മാനസിക ഉത്സാഹം നഷ്ടപ്പെടുകയും അത് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ അന്വേഷിച്ചിട്ട് മാത്രമേ ഇറങ്ങാവൂ. ഇത് വളരെ വിജയകരമാണ്. ആട് കാർഷിക മേഖല വളരെ വിജയമാണ്. എങ്ങനെയെന്നാൽ എണ്ണം കുറച്ച് വാങ്ങുക, അതുപോലെ മേയാനുള്ള ആടുകൾ എപ്പോഴും നമുക്ക് മേയാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ഒഴിവാക്കാൻ, നല്ല ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർക്ക് വലിയ പ്രോജക്റ്റുകൾ ചെയ്താൽ വമ്പൻ ലാഭം തന്നെയാണ്. പക്ഷേ അല്ലാത്തവർ ഈ ലക്ഷങ്ങൾ മുടക്കി കൂടുകളിൽ നിർത്തി, അതായത് വെള്ളക്കോഴികൾക്ക് നമ്മൾ സ്ക്വയർ ഫീറ്റ് തീരുമാനിച്ച് അതുപോലെ ആടുകൾ വളർത്തി വിജയിക്കാം എന്നുള്ള മോഹം നിങ്ങൾ വെച്ച് ഇറങ്ങരുത്.
പിന്നെ ദൈവം ഉദ്ദേശിച്ചാൽ ആരെങ്കിലും എല്ലാം വിജയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ 90 61 42 96 95 എൻ്റെ നമ്പർ. ഞാൻ വീഡിയോ ചെയ്ത് എൻ്റെ ധാരണ മാറ്റി, എൻ്റെ ഒരു അഭിപ്രായം മാറ്റി പുതിയ വരുന്ന ആട് കർഷകരിലേക്ക് നമുക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കാവുന്നതാണ്. അങ്ങനെ വിജയിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ വെറുതെ കമൻറ്റിൽ വന്ന് നിന്ന് തള്ളി മറിക്കാതെ ഡയറക്റ്റ് വിളിച്ച് എന്നോട് പറഞ്ഞ് ഇന്ന സ്ഥലത്ത് ആളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവരെ പോയി കണ്ട് വീഡിയോ എടുത്ത് പുതിയ ആട് കാർഷിക മേഖലയിലേക്ക് ഇറങ്ങുന്നവർക്ക് സഹായകരമാകാം. അല്ലാതെ നെഗറ്റീവ് കമൻറ്റുകൾ നമുക്ക് ഒരാളുടെയും പൈസയുടെ വില നമുക്കൊരിക്കലും നമ്മൾ വലിയ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിൽ പല പരാജയങ്ങളും നമുക്ക് വന്നിട്ടുണ്ട്. അത് പിന്നെയും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപദേശമായിട്ട് മാത്രം ഇത് കണ്ടാൽ മതി. എൻ്റെ അനുഭവമാണ്. മറ്റു അനുഭവങ്ങളും പല പ്രോജക്റ്റുകളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്, അതിൽ വമ്പൻ ബാധ്യതകൾ വന്നിട്ടുണ്ട്, അത് തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. ആട് വളർത്തൽ തീർച്ചയായും ലാഭകരമാണ് കേരളത്തിൽ. അത് വളരെ എണ്ണം കുറച്ച് തുടങ്ങി വലുതാക്കി നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു നമ്പർ 10-25 ആടുകളെല്ലാം വീട്ടിൻ്റെ പുറകുവശത്ത് വളർത്തി കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ശരാശരി നല്ലൊരു എമൗണ്ട്, ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്ന വീഡിയോകൾ പറയുമ്പോൾ 750 രൂപ മുതൽ മീറ്റിൻ്റെ റേറ്റ് 1100 വരെ ഇന്ന് കേരളത്തിൻ്റെ റേറ്റുകളുണ്ട്. അത് മാംസം വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് അറിയാനും പറ്റില്ല. ഈ യൂട്യൂബുകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊന്നും ഈ മാർക്കറ്റൊന്നും അറിയാൻ പറ്റില്ല. വർഷത്തിലെങ്കിലും അല്ലെങ്കിൽ മാസങ്ങളിലെങ്കിലും മട്ടനെല്ലാം വാങ്ങിച്ച് കഴിക്കുന്നവർക്ക് നിലവിൽ ഈ വിലകൾ അറിയാൻ കഴിയും. അപ്പോൾ വരും കാലങ്ങളിൽ ഇത് കൂടുകയുള്ളൂ, ഒരിക്കലും കുറയില്ല. ഇത് ആട് വളർത്ത മേഖലയിലേക്ക് ആളുകൾ ഇറങ്ങണം. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് വീഡിയോയുടെ ഈ സ്കീമുകൾ വന്നതിന് ശേഷം എനിക്ക് ഒരു ദിവസം 10-15 കോളുകൾ ഇതിനെക്കുറിച്ച് വരുന്നത് കൊണ്ടുള്ള വീഡിയോ ആണ്. തീർച്ചയായും ഇവർക്കെല്ലാം വലിയ ആടുകൾ നമുക്ക് കൊടുക്കാൻ കഴിയും. ബിസിനസ്സുകാർ എന്ന രീതിയിൽ ഇവരെ ഒന്നും സംസാരിക്കാതെ ഈ വിളിക്കുന്നവർക്കെല്ലാം 1000-2000 ആടുകൾ കൊടുക്കാൻ കഴിയും. പക്ഷേ ആടുകൾ കൊടുക്കാനേ കഴിയൂ. അവർക്ക് ആടുകളെ രക്ഷപ്പെടുത്താൻ കഴിയൂല. പരാജയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും? നമ്മളെ ചീത്ത വിളിക്കുക. അതുമല്ല, അത് നല്ലൊരു സമ്പത്താണ് എന്ന് തോന്നാത്തതുകൊണ്ടാണ്. തീർച്ചയായും തുടങ്ങാൻ വേണ്ടി പോകുന്ന ആളുകൾ അന്വേഷിക്കുക. അന്വേഷിച്ചതിന് ശേഷം മാത്രം സബ്സിഡി വാങ്ങി ഇതിലേക്ക് പൈസ മുടക്കി ഇറങ്ങാൻ ശ്രമിക്കുക.